കൂടുതൽ കേൾക്കുക, കുറച്ച് പറയുക. കാരണം പല പ്രശ്നങ്ങളുടെയും ഉറവിടം അനാവശ്യ സംസാരമാണ്. നിങ്ങളുടെ കാലിന് മുറിവേൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ നടക്കാൻ പഠിക്കുന്നു. മുറിവേറ്റത് ഹൃദയത്തിനാണെങ്കിൽ നിങ്ങൾ വിവേകത്തോടെ ജീവിക്കാൻ പഠിക്കുന്നു. ജീവിതത്തിലെ ഏതൊരു അവസ്ഥയോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ നമ്മുടെ സന്തോഷത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. മാലിന്യം നിറഞ്ഞ മനസ്സിൽ നിന്ന് മാലിന്യം നിറഞ്ഞ വാക്കുകൾ മാത്രമേ പുറത്തു വരൂ. എത്ര ചെറിയ കാര്യമായാലും അതിലേക്ക് ഹൃദയവും മനസ്സും ആത്മാവും അർപ്പിക്കുക. വിജയം നിങ്ങളെ തേടി വരും. ജീവിതത്തിലെ എല്ലാ കൊടുങ്കാറ്റും നിങ്ങളെ തകർക്കാനുള്ളതല്ല. ചിലത് നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള വാതിലുകൾ തള്ളിത്തുറക്കുവാനുള്ളതാണ്. കോപം ഒരിക്കലും മനസ്സിൽ ഇരിക്കരുത്. അത് വാക്കിൽ മാത്രമാകണം. സ്നേഹം വാക്കിൽ മാത്രം ആകരുത്, മനസ്സിലും ഉണ്ടാകണം. ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത് അത് നിങ്ങളെ നാളെ ശക്തനാക്കും. ആവശ്യത്തിലധികം ലഭിച്ചാൽ ഭാഗ്യം, എന്നിട്ടും കരയുന്നുവെങ്കിൽ നിർഭാഗ്യം. ഉള്ളതിൽ സന്തോഷിച്ചാൽ സൗഭാഗ്യം. ഒരാളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങുന്നതോടുകൂടി ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടാൻ തുടങ്ങുന്നു. ആരും ഒരുപാട് നിഷ്കളങ്കരും പാവങ്ങളുമാകരുത്. അങ്ങനെയായാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാര്യം നേടാൻ വേണ്ടി സ്നേഹിക്കുന്നവരെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. അവരോളം സ്നേഹം പ്രകടിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനാൽ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം മാറ്റാൻ വേണ്ടി സമയം കളയരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിക്കുകയും സന്തോഷവാനായിരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ കഴിവിനെക്കുറിച്ചോ കുറവുകളെക്കുറിച്ചോ മറ്റുള്ളവർ വളരെയധികം അറിയാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത്. രണ്ടും ഭാവിയിൽ ഗുണകരമല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കും. മനസ്സിലെ വേദനകൾ പലപ്പോഴും മനുഷ്യനെ മൗനം പാലിക്കാൻ പഠിപ്പിക്കുന്നു. ശ്വാസം നിലച്ചാൽ മനുഷ്യനില്ല. അതുപോലെ തന്നെയാണ് വിശ്വാസം നിലച്ചാൽ ബന്ധങ്ങളുമില്ല. ഉപദേശങ്ങൾ നിങ്ങൾക്ക് ആരിൽ നിന്ന് വേണമെങ്കിലും സ്വീകരിക്കാം. എന്നാൽ തീരുമാനങ്ങൾ നിങ്ങളുടേതായിരിക്കണം. പലതവണ പരാജയപ്പെട്ടവർക്കായിരിക്കും ഒരു തവണ ജയിച്ചവരേക്കാൾ അനുഭവജ്ഞാനം കൂടുതൽ. വെട്ടിമുറിച്ചിട്ട മുറിവിൽ നിന്നും വീണ്ടും പൊട്ടിമുളയ്ക്കുന്ന മരങ്ങൾ പോലെയാവണം ഓരോ വ്യക്തിയും. എത്ര താഴ്ചയിൽ ചെന്ന് ചാടിയാലും ഉയർത്തെഴുന്നേൽക്കാൻ പഠിക്കണം. Please like, share and subscribe my channel. Thanks for watching.